അമേരിക്കയിലെ ഡാലസിൽ അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. അല്പസമയത്തിനകം തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകും. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അശ്വിൻ, ഈ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ അന്ത്യശുശ്രൂഷകൾക്ക് എന്തൊക്കെയാണ് ചടങ്ങുകളുള്ളത്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്, വിലാപയാത്രയെ എപ്പോഴാണ് തിരുവല്ലയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക? ഗോപികൃഷ്ണൻ, പുലർച്ചെ 3 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം ഇവിടെ സിയാലിനടുത്തുള്ള ബിലീവേഴ്സ് ചർച്ചിൻ്റെ കേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനകൾ അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. അതിനുശേഷം ഭൗതികദേഹം ഈ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരുവല്ലയിലേക്കുള്ള യാത്ര ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. വിലാപയാത്രയിൽ പങ്കെടുക്കേണ്ട വാഹനങ്ങൾ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് വരിവരിയായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഈ ഭൗതികദേഹവുമായുള്ള വാഹനം അല്പസമയത്തിനകം പുറപ്പെടും. തിരുവല്ലയിലേക്കാണ് പോകുന്നത്. ആദ്യ വാഹനം ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഈ വിശ്വാസികൾ നിൽക്കുന്നുണ്ട്. സഭാവിശ്വാസികൾ കാത്തു നിൽക്കുന്നുണ്ട്. അവിടങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഇന്ന് ഏർപ്പെടുത്തിയിട്ടില്ല. പൊതുദർശനവും ഇന്നുണ്ടാവില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. നേരെ തിരുവല്ലയിൽ വൈകുന്നേരം 5:45 പൗരാവലിയുടെ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുണ്ടാകും. അതിനുശേഷം ഇന്നും നാളെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. രാവിലെ മുതൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം മറ്റന്നാളാണ് ഖബറടക്കം ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം അതുമായി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നെടുമ്പാശ്ശേരിയിലെ അവരുടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. കേരളത്തിനകത്തും ഒപ്പം രാജ്യത്തിന് പുറത്തും അകത്തുമെല്ലാമുള്ള സഭാവിശ്വാസികൾ ഈ വിലാപയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ കേന്ദ്രത്തിലേക്ക്, ഭൗതികദേഹം വെച്ചിരുന്ന കേന്ദ്രത്തിലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അല്പസമയം മുമ്പ് ഈ വിലാപയാത്രയുടെ ഭാഗമായി ആദ്യഘട്ടത്തിലുള്ള വാഹനങ്ങൾ പുറപ്പെടുകയും ചെയ്തു. ഈ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച അതേ ക്രമത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 4:45 കൂടിയാണ് തിരുവല്ലയിൽ ഇത് ഈ ഭൗതികദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പോകുന്ന വഴികളിലെല്ലാം തന്നെ വിശ്വാസികൾ കാത്തു നിൽക്കുന്ന, അവർക്ക് അവരുടെ പരമപിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള, അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ഒരുപാട് വൈകിക്കാതെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ഷെഡ്യൂൾ അത് കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് തിരുവല്ലയിലെത്താനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വിലാപയാത്രയുടെ ഭാഗമായി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. അത് തിരുവല്ലയിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ഇരട്ടിക്കും, 10 മടങ്ങ് ആളുകൾ ഇതിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഈ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഗോപികൃഷ്ണൻ. ശരി, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.